അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിൻ്റെ പേര്, ഇംഗ്ലീഷിലുള്ള നാമം. ഉത്രത്തിൻ്റെ മുക്കാല്, അവസാനത്തെ 3 പാദം, അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. 12ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും. ഇത് വിദേശ ബന്ധങ്ങൾക്കൊക്കെ അനുകൂലമാണ്. വിദേശ ബന്ധമുള്ള ജോലികൾക്ക്, അതുപോലെ ഗവേഷണം, ആശുപത്രി, വിദ്യാഭ്യാസം, അതുപോലെ മറ്റ് കുറച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് പ്രവർത്തനങ്ങൾക്ക് അത്ര അനുകൂലമല്ല. 11ാം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട്, ലാഭസ്ഥാനത്ത്, കേന്ദ്രസ്ഥാനത്ത് ആണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് ഈ ദോഷങ്ങളൊക്കെയും ഈ വ്യാഴം പരിഹരിക്കും എന്നുള്ളത് കൊണ്ട് വരുമാനത്തിനൊക്കെ ഉള്ള മാർഗങ്ങളൊക്കെയും പുതിയ ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ചില പുതിയ ശാക്തിക ബന്ധങ്ങളുണ്ടാകുക, അതുപോലെ അതിൽ നിന്ന് ധനവരുമാനങ്ങളുണ്ടാവുക എന്നതിനൊക്കെ കാരണമാണ്. ലഗ്നാധിപൻ ബുധനാണ്. ആ ലഗ്നാധിപൻ ബുധൻ 12ാം ഭാവത്തിലായതുകൊണ്ട് ഈ പറയുന്ന ജോലികളൊക്കെ വിജയകരമായിട്ട് ചെയ്താൽ പോലും അതിൽ നിന്നുള്ള ഫലം അനുഭവിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല, സാധ്യത കാണുന്നില്ല. ജോലിയിലൊക്കെ ചില കുഴപ്പങ്ങളോ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വൈകല്യങ്ങളോ ഒക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില പിഴവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കരാറുകളും ഒക്കെ പ്രത്യേകം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുക, ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ധനസംബന്ധമായിട്ട് വരുമാനം വർദ്ധിക്കും എങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ, യാത്ര, അതുപോലെ ചികിത്സ, വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിദേശ യാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ചില ധനം വിനിയോഗം വേണ്ടതായി വരും. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നിയന്ത്രണം പ്രത്യേകം പാലിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകാം, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് തുറന്ന മനസ്സോടുകൂടിയുള്ള സംസാരം ഒരു ആവശ്യമാണ്. അത് അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. ആ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തുള്ളവരിൽ നിന്ന് ചില നല്ല വാർത്തകളൊക്കെ, വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ചില നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ചില ആത്മീയ പരിപാടികൾ അല്ലെങ്കിൽ ഒത്തുചേരലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭജനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും പൂജകളും ഒക്കെ നടത്താനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക തന്നെയാണ് അനുകൂലമായിട്ടുള്ളത്. പ്രത്യേകിച്ച് അവതാര വിഷ്ണു സ്വഭാവത്തിലുള്ള ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള നരസിംഹം, സുദർശനം മുതലായിട്ടുള്ള ദേവന്മാരെ ആശ്രയിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ വളരെ പ്രായമായിട്ടുള്ള ഇവർക്കൊക്കെയും അന്നദാനം കൊടുക്കുക, വസ്ത്രാദികൾ ദാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ നല്ലതാണ്.